സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗ നിയമനത്തെ ചൊല്ലി പാലക്കാട് CPIയിൽ പൊട്ടിത്തെറി. കോഴ വാങ്ങി പാർട്ടി പ്രവർത്തക അല്ലാത്ത വനിതയെ കമ്മീഷൻ അംഗമായി നിയമിക്കാൻ ശ്രമമെന്നാണ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം പാർട്ടിക്ക് പരാതി നൽകിയത്. CPI സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത്. കുറുമ്പ സംഘം സെക്രട്ടറി സിന്ധുവാണ് CPI സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള യോഗ്യതയുള്ളയാളെ തഴഞ്ഞ് പാർട്ടി ബന്ധമില്ലാത്തയാളെ നിയമിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് പരാതി. ഷോളയൂരിൽ നിന്നുള്ള വനിതയിൽ നിന്നാണ് നേതൃത്വം കോഴ വാങ്ങി നിയമനം നടത്താൻ നീക്കം നടന്നതായി പറയുന്നത്. അട്ടപ്പാടിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPI മണ്ഡലം സെക്രട്ടറിയും പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമാണ് ഇതിനായി കരുക്കൾ നീക്കിയത്. തുടർന്ന് ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഒരു വനിതയ്ക്ക് ഈ പദവി നൽകുന്നതിന് തീരുമാനിക്കുകയായിരുന്നു. പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യ വരെ അപേക്ഷ നൽകിയിട്ടും അവരെ പരിഗണിക്കാതെ നേതാക്കളുടെ താൽപ്പര്യത്തിനനുസരിച്ച് പാർട്ടി അനുഭാവി പോലുമല്ലാത്തൊരു സ്ത്രീക്ക് നിയമനം നൽകുന്നത് സാമ്പത്തിക താൽപ്പര്യമാണ്. കോഴയ്ക്ക് പുറമെ എല്ലാ മാസവും നേതാക്കൾക്ക് മാസപ്പടി നൽകാമെന്ന ധാരണയുണ്ടെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. ഭക്ഷ്യമേഖലയിലെ നീതിയും തുല്യതയും നിയമവ്യവസ്ഥയും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ. കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും തീരുമാനിക്കുന്നത് ഗവൺമെൻറ് തലത്തിലാണ്. മിക്കവാറും രാഷ്ട്രീയ നിയമനങ്ങളാണ് ഇതിൽ നടക്കുന്നത്. ഉയർന്ന ശമ്പളവും ആനുകൂല്യവും നൽകിക്കൊണ്ടാണ് ഏതാണ്ട് 6 വർഷത്തേക്ക് നിയമനം നൽകുന്നത്. 75,000 ശമ്പളവും യാത്ര മറ്റ് അലവൻസുകളും കൂടി 1 ലക്ഷം രൂപയ്ക്കടുത്ത് പ്രതിമാസ വരുമാനം ലഭിക്കുന്നതാണ് ഈ പദവി. CPIയുടെ വകുപ്പിന് കീഴിലായതുകൊണ്ട് നിയമനത്തിൽ പാർട്ടി ഇടപെടൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിനായി കോഴയും മാസപ്പടിയും വാങ്ങുന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പാർട്ടിക്കകത്തുനിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ജനം, പാലക്കാട്.